ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. എന്നെ പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 143 അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. എൻ്റെ യാചനക്ക് ചെവി തരണമേ, നിൻ്റെ വിശ്വസ്തതയാൽ നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകുകയില്ലല്ലോ. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവനെപ്പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിൻ്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ. റീബൽ ഹസ്തം റവനം ശബ്ദം റൂബൽ ഹൗഡം ദീനം ശത്തം റീഗൽ ഹൗഡമനം ഹന്തനം ദുരകൾ ഹസ്തിയ. വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, വചനമായി ഇടപെടണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. നാസറേനായ യേശുവിൻ്റെ നാമത്തിൽ. ഹൗഡബലഹസ്തം റീഗലഹസ്തി യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, പലർക്കും പലതിനും ഉത്തരം കിട്ടാത്തിടത്ത് നമ്മൾ നമ്മുടെ ആശ്രയം ദൈവത്തിലാകുമ്പോൾ നിശ്ചയമായി നമ്മെ കരുതുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മെ പുലർത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിലും തൻ ആശ്രയിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ വിശ്വസ്തരല്ല, എന്നാൽ ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും നമുക്ക് പല മേഖലയിലും വിശ്വസ്തരായി നിൽക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് സത്യവാനാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും. അപ്പോൾ ദാവീദ് പറയുകയാണ്, കർത്താവേ, എൻ്റെ വിശ്വസ്തയാലോ നീതിയാലോ അല്ല, നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. നമ്മുടെ പ്രാർത്ഥനയിലും അങ്ങനെ ആയിരിക്കണം. കർത്താവേ, ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല, ഞാൻ നീതിമാനായതുകൊണ്ടല്ല, നിൻ്റെ വിശ്വസ്തതയും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നമ്മുടെ പ്രാർത്ഥനയിലും ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. കർത്താവേ, എൻ്റെ വിശ്വസ്തതയല്ലപ്പാ,
യേശുവേ, അങ്ങയുടെ വിശ്വസ്തതയാലും അങ്ങയുടെ നീതിയാലും എനിക്ക് ഉത്തരമരുളമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അവിടെ ഉത്തരം നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 4-ാം വാക്യം, ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഈ വേളയിൽ ഹൃദയം തകർന്ന് ഉള്ളിൽ ഞെരുങ്ങുന്ന വ്യക്തി മനമേ, സഹോദരി, പ്രിയ മാതാവേ, നീ ദാവീദിനെ പോലെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുകയാണോ? തകർന്നിരിക്കുകയാണോ? അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ കുഞ്ഞുമായി എങ്ങനെ ചെയ്യുമെന്ന് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പ്രിയ പിതാവേ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, നീ യേശു കർത്താവിൽ ആശ്രയിച്ചാൽ, അവൻ നിശ്ചയമായി അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്. നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ കർത്താവ് നിൻ്റെ തലയെ ഉയർത്തുന്നവനാണ്. എൻ്റെ കർത്താവ് നിൻ്റെ തകർച്ചയിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. എൻ്റെ കർത്താവ് നിൻ്റെ രോഗത്തിൽ നിന്നും സൗഖ്യപ്പെടുത്തുന്നവനാണ്. എൻ്റെ കർത്താവ് നിൻ്റെ നിരാശയിൽ നിന്നും അവൻ സമാധാനത്തെ പകരുന്ന ദൈവമാണ്. എൻ്റെ കർത്താവ് നിൻ്റെ വീഴ്ചയിൽ നിന്നും അവൻ ഉയർത്തുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പഴയ കാലങ്ങൾ നമ്മൾ ഓർത്തുപോകും. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നീ ആ കർത്താവിൽ ആശ്രയിക്കുന്നവനായി, നീ ആ കർത്താവിൽ ശരണം വെക്കുന്നവനായി മാറണം. സങ്കീർത്തനം 142:5, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനിലുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, കഷ്ടതയിലും വിഷമിച്ചും തകർന്നിരിക്കുമ്പോൾ ദാവീദിനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഉച്ചത്തിൽ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, അതേ, നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ പിടിച്ചുയർത്തുന്ന ദൈവമാണ്, നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ കരുതുന്ന ദൈവമാണ്, അവൻ നിന്നെ വീഴ്ചയിൽ നിന്നും അവൻ ഉയർത്തുന്ന ദൈവമാണ്. സങ്കീർത്തനം 142 അതിൻ്റെ 42-1 വാക്യം, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, പ്രിയ മാതാവേ, ഉറക്ക നിലവിളിക്കുന്ന പ്രിയ പിതാവേ, അഭിഷക്ത, പ്രിയ സഹോദര, നിൻ്റെ നിലവിളി സ്വർഗം അറിയുന്നു. നിശ്ചയമായി അവൻ നിനക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലാണ് തൻ്റെ ഭക്തനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം. അത്ര വലുതാണ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹം റിസൾട്ട് നാളെ കിട്ടണം, മറ്റന്നാൾ. എന്നാൽ എല്ലാം ദൈവീക ഹിതമനുസരിച്ച് നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിച്ചിരിക്കുകയാണ്. നീറുന്ന മാതാവേ, പ്രിയ മകളെ, പ്രിയ സഹോദര, പ്രിയ മകനെ, നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടുന്ന എല്ലാ വിഷയത്തിനുമേൽ പരിഹാരം തരുവാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. അവൻ ഞാനാകുന്ന ദൈവമാണ്. അവൻ എൽ ഷഡായായ ദൈവമാണ്. അവൻ എൽ റോഹിയായ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ പ്രിയ വ്യക്തി ജീവിതമേ, നിൻ്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിശ്ചയമായി അവൻ നിന്നെ പുലർത്തും, നിശ്ചയമായി അവൻ നിന്നെ വഴി നടത്തും. അതിൻ്റെ സങ്കീർത്തനം 143:4 വാക്യം, ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം
എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്ന വ്യക്തി ജീവിതമേ, മനം തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ ആത്മാവെ നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, നീ യഹോവയിൽ ആശ്രയിക്കുക. അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്, അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ കടന്നു വരുന്നു കർത്താവേ, അനേകം മനം തകർന്നവർക്ക് അവിടുത്തെ വചനം അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ 30, 60 അത് 100 മേനി ഫലം കായ്ക്കട്ടെ. എല്ലാ അടഞ്ഞ മേഖലകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. മനം തകർന്നവർക്ക് ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുന്നു. തകർന്ന ആശ്വാസമില്ലാത്ത എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും യേശുവിൻ്റെ സമാധാനത്തെ പകരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ ഭവനത്തിൽ നിന്നും വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. റീബൽ ഹസ്തം റുബൻ ഷൗഡം ഹന്തനം റിഗൽ ഹസ്തിയം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭയപ്പെടുത്തുന്ന എല്ലാ സാത്താനിക ശക്തികൾ ഭവന മണ്ഡലത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് അനുഗ്രഹിക്കുകയാണ്. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനയ്ക്ക് ചെവി തരണമേ. നിൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വസ്തതയല്ല, അങ്ങയുടെ വിശ്വസ്തതയും അങ്ങയുടെ നീതിയാലും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകിയതിനായി ഈ നല്ല വചനത്തിനായി ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കട്ടെ. ഭയത്തിൻ്റെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ടുവന്ന് ഇരുട്ടിൻ്റെ എല്ലാ വ്യാപാര ശക്തികൾ അൽബറേങ്ക നാഥ റീക. കർത്താവേ, വിസ അടിക്കുവാൻ പറ്റാതെ ഭാരപ്പെടുന്ന അനേക സഹോദരന്മാർ ഗൾഫിൻ്റെ മേഖലകൾ, എല്ലാ മേഖലകളും യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഉയരപ്പെടട്ടെ. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വചനം അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ച്ച് കേൾക്കുന്ന വചനങ്ങൾ വിറ്റ് അത് കർത്താവ് ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.